എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫാമിലി മെയിൻ. ഇന്നത്തെ വീഡിയോ അതായത് ഏതർ ജെൻ3 എൻ്റെ 40,000 കിലോമീറ്റർ അടക്കം ഓടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഇതുവരെ ഓടിയ സമയത്ത് എന്താണ്, വണ്ടി ആദ്യത്തെ നിലവാരത്തിലേക്ക് വണ്ടി കയറ്റം കയറുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് കുറയുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതായത് ഈ ഏതർ ജെൻ3 ഈ കാണുന്ന വണ്ടി നിങ്ങൾക്കറിയാം, ഞാൻ എടുത്തിട്ട് ഒരു വർഷം ഏകദേശം 6 മാസത്തോളമായി നിലവിൽ. അപ്പോൾ ഇതിന് 40,000 കിലോമീറ്റർ അടുക്ക് ഏകദേശം ഓടി എന്നുള്ളതാണ്. ഞാൻ ആദ്യം എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ആ പെർഫോമൻസ്, അതായത് ഏത് കയറ്റവും നല്ല അടിപൊളിയായിട്ട് ഓടി ചാടി കയറുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിലവിൽ നമ്മൾക്ക് വണ്ടിയുടെ കുറ്റങ്ങൾ കാര്യമായിട്ടൊന്നും എടുത്ത് പറയാനൊന്നുമില്ല. കാരണം കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ ഇതിൻ്റെ മൈൻ്റനൻസ് ഒന്നും കാര്യമായിട്ടൊന്നും വന്നില്ല നിലവിൽ. പക്ഷെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ പണ്ടേ പറയുന്ന സംഭവമാണ്, മഴക്കാലത്ത് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, ചെറിയ രീതിയിൽ ചളി ധരിക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മറ്റൊന്ന്, ഇപ്പം നിലവിൽ വണ്ടിയുടെ 40,000 കിലോമീറ്റർ അടുക്ക് ഓടിയ സമയത്ത് ആദ്യത്തെ പെർഫോമൻസ് എന്താണോ കയറ്റാൻ കയറുന്നത്, അത് ഇന്നും അതേ രീതിയിൽ ഏത് കയറ്റവും വളരെ ഈസി ആയിട്ട് ഓടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ രീതിയിൽ ഓടാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. കോളേജ് കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആളുകൾ ഏതർ പോലെയുള്ള വണ്ടികളാണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് വണ്ടികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഏതറിനാണ്. ഒന്നാമത്തെ കാര്യം, പവർഫുൾ, നല്ല സ്ട്രോങ് ആണ് വണ്ടി. അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനടുക്ക് എൻ്റെ മുന്നിലൊരു പട്ടി ചാടിയിട്ട് വണ്ടി വീടിയിരുന്നു. ആ സമയത്താണ് എനിക്ക് വണ്ടിയുടെ ആ ശരിക്കുള്ള അത്രയും സ്ട്രോങ്ങും ആ വണ്ടിയുടെ എന്താ പറയുക, അപ്പൊ ഈ ശരിക്കും എനിക്ക് തോന്നുന്നു ഏതർ ആയതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലെങ്കിലും വണ്ടിക്ക് കൂടുതലായിട്ട് ഒന്നും പറ്റാത്ത രീതിയിൽ ഇന്നും നിലനിൽക്കുന്നത്. മറ്റേതെങ്കിലും വണ്ടിയാണെങ്കിൽ ഒരു പക്ഷേ വണ്ടിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കാരണം അത്രയും നല്ലൊരു വികല വീണത്. പക്ഷെ ഭാഗ്യത്തിന് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല രീതിയിൽ വീണെങ്കിലും അത് ഏതായാലും ഇൻഷൂർ എടുക്കാൻ കുഴപ്പമില്ല, ഇൻഷൂറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വണ്ടിയുടെ പെർഫോമൻസ് ഒരു കുറവും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതായത് 5,000 അല്ലെങ്കിൽ 10,000, ഓരോ 5,000-ലാണ് കിലോമീറ്റർ, 5,000 കഴിഞ്ഞ പിന്നെ 10,000, 10 കഴിഞ്ഞ് 15. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ സർവീസ് കാര്യമൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. നല്ല രീതിയിൽ ഞാൻ ഓടുന്നുണ്ട്. ഏകദേശം ഒരു 100-110 കിലോമീറ്ററോളം ഓരോ ദിവസവും ഓടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷം 6 മാസം കൊണ്ട് 40,000 കിലോമീറ്റർ അടുത്ത് ഓടിയ സമയത്തും എനിക്ക് വണ്ടി ആദ്യം എടുത്തത് എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെ ഇന്നും നല്ല രീതിയിൽ പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിൽ എടുത്ത് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടാനും അതുപോലെ തന്നെ ഏത് കയറ്റവും വളരെ ഈസി ആയിട്ട് കയറാനും ഏതർ പോലെയുള്ളൊരു വണ്ടി ഇന്ന് നിലവിൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഓടിയുള്ള അനുഭവം വെച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ മറ്റുള്ള വണ്ടി ഒരുപാട് ആളുകൾ ഓടുന്നവരോട് ഞാൻ ജസ്റ്റ് അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷെ അത്തരം ആളുകൾ എടുക്കുന്നവരൊക്കെ എനിക്ക് കിട്ടുന്ന കാര്യം, അവരും എടുത്തതിന് ശേഷമൊക്കെ പറയുന്നത് ഏതർ തന്നെയാണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും എൻ്റെ ഓരോ 5,000 കിലോമീറ്റർ അല്ലെങ്കിൽ കൂടുതൽ കിലോമീറ്റർ ഓടുന്നതനുസരിച്ചിട്ട് എൻ്റെ വണ്ടി, എൻ്റെ സ്വന്തം അനുഭവം തന്നെ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നതായിരിക്കും. കാരണം ഇതിൻ്റെ പെർഫോമൻസ് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കയറ്റം കയറാതെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളിലേക്ക് എന്തായാലും ഞാൻ കൂടുതൽ പുതിയ അപ്ഡേഷൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിൽ നിന്ന് കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. ഇതൊരു വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ഗുഡ് ബൈ.